ഹലോ, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ HSI നാച്ചുറൽ സയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കോളേജ് പാർട്ട് 8 ആണ്. അതിലെ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജലഭക്ഷ്യ ശൃംഖലയിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വസ്തുക്കളുടെ സാന്നിധ്യമാണ്? ചോദ്യത്തിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷന് വേണ്ടി ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വസ്തുക്കളുടെ സാന്നിധ്യമാണ്? എന്താണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ആവാസ വ്യവസ്ഥയിൽ പ്രത്യേകിച്ചും ജലഭക്ഷ്യ ശൃംഖലയത് കാണുന്നത്. ജലത്തിലെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കെമിക്കൽ എത്തിച്ചേർന്നാൽ അത് ആദ്യം അതിന്റെ കുറച്ച് എമൗണ്ട് എങ്ങോട്ടേക്ക് പോകും? ഫൈറ്റോപ്ലാങ്ക്ടനിലോട്ട് പോകും, സസ്യപ്ലവകങ്ങൾ. പിന്നീട് അവിടെ നിന്ന് ജന്തുപ്ലവകങ്ങൾ, പിന്നെ ചെറിയ മത്സ്യങ്ങൾ, പിന്നെ വലിയ മത്സ്യം, പിന്നെ വലിയ മത്സ്യത്തെ ഭക്ഷിക്കുന്ന പരുന്ത് പോലത്തെ മറ്റ് വലിയ പക്ഷികൾ. അപ്പൊ ഈ ഓരോ ലെവലിലോട്ട് പോകുമ്പോഴും ഓരോ പോഷണ തലത്തിലേക്ക് പോകുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ കെമിക്കലിന്റെ അളവ് കൂടി കൂടി വരികയാണ്. കാരണം ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണമായതുകൊണ്ട് തന്നെ ശരീരം അത് അബ്സോർബ് ചെയ്യുകയോ അതേസമയം വിസർജനത്തിലൂടെ പുറത്തു പോവുകയോ ചെയ്യാതെ ശരീരത്തിൽ തന്നെ അത് കൂടി കെട്ടിക്കിടന്ന് അതിന്റെ കോൺസെൻട്രേഷൻ കൂടി കൂടി പോകുന്നു. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ഇതിൽ ഏത് വസ്തുവാണ് അല്ലെങ്കിൽ ഏത് കെമിക്കലാണ് ഇത്തരത്തിൽ ബയോമാഗ്നിഫിക്കേഷന് കാരണമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് എന്നുണ്ട്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആൽഗകളും ഫംഗസുകളും. ഓപ്ഷൻ സി മെർക്കുറി, DDT. നാലാമത്തെ ഓപ്ഷൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ ഇതിൽ സാധാരണയായിട്ട് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ പ്രോസസ്സിനെ കാരണമാക്കുന്നത് ആരാണ്? മെർക്കുറി അതുപോലെ DDT. ഈ രണ്ട് ടേംസ് ആണ് കൂടുതലായിട്ടും, അല്ലെങ്കിൽ രണ്ട് കെമിക്കൽസ് ആണ് കൂടുതലായിട്ടും ബയോളജിക്കൽ മാഗ്നിഫിക്കേഷന് കാരണമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജലത്തിൽ DDTയുടെ അളവ് എത്രയാണ്? ജലത്തിൽ DDTയുടെ അളവ് എത്രയാണ്? ഇപ്പൊ നമ്മൾ കണ്ട അതേ ചോദ്യത്തിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ജലത്തിൽ DDTയുടെ അളവ് എത്രയാണ്? 25 പാർട്സ് പെർ മില്യൺ ആണോ, 2 ആണോ, 0.5 ആണോ, 0.04 പാർട്സ് പെർ മില്യൺ ആണോ, അതോ 0.003 പാർട്സ് പെർ മില്യൺ ആണോ? പൊതുവെ നമ്മളിപ്പോ പറഞ്ഞു വാട്ടറിലെ ബയോമാഗ്നിഫിക്കേഷൻ നമ്മൾ സാധാരണ താഴേന്ന് മുകളിലോട്ടാവും. അപ്പം വാട്ടറിൽ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുക? വാട്ടറിൽ 0.003 പാർട്സ് പെർ മില്യൺ ആണ് DDTയുടെ അളവ് കാണുന്നത്. സങ്കല്പയ്ക്ക് ഇത്രയാണ് DDTയുടെ അളവ് വാട്ടറിൽ, 0.003. അത് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകും? നെക്സ്റ്റ് ലെവലാണ് സൂ പ്ലാങ്ക്ടൺ. സൂ പ്ലാങ്ക്ടണിൽ ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 0.04 ആണ്. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് ലെവലാണ് സ്മോൾ ഫിഷ്. സ്മോൾ ഫിഷിൽ എത്തുമ്പോഴേക്കും DDT അളവ് എത്രയായിട്ട് മാറും? 2 പാർട്സ് പെർ മില്യൺ ആയിട്ട് മാറും. പിന്നെ അടുത്തതാണ് ലാർജ് ഫിഷ്. സ്മോൾ ഫിഷിനെ ഭക്ഷിക്കുന്ന ലാർജ് ഫിഷ്. അവിടെ എത്തുമ്പോഴേക്കും എത്രയാകും? അവിടെ എത്തുമ്പോഴേക്കും ഇവിടെ 2 അല്ല, ഇവിടെ 0.5 ആണ് വരിക. ഇവിടെ 0.5ഉം ഇവിടെയാണ് 2 വരിക. ലാർജ് ഫിഷ് ആണ് 2 പാർട്സ് പെർ മില്യൺ വരിക. അത് കഴിഞ്ഞ് ഈ ലാർജ് ഫിഷിനെ ഭക്ഷിക്കുന്ന ബേർഡ്സ്, അതായത് ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ്, അവിടെ എത്തുമ്പോഴേക്കും എത്രയാകും? DDTയുടെ എമൗണ്ട് ഏകദേശം 25 പാർട്സ് പെർ മില്യൺ ആയിട്ട് മാറും. അപ്പം ഇവിടെ നമുക്കറിയാം എമൗണ്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും കൂടി കൂടിയാണ് വരുന്നത്. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം അപ്പോൾ DDTയുടെ അളവ് വാട്ടറിൽ എത്രയാണ്? ജലസ്രോതസ്സുകളിൽ എത്രയാണ് കാണപ്പെടുന്നത്? 0.003. അത് കഴിഞ്ഞ് സൂ പ്ലാങ്ക്ടണിൽ വരുമ്പോൾ ഇത് വരും 0.04 ആയിരിക്കും. പിന്നെ സ്മോൾ ഫിഷ് ആണ് 0.5, ലാർജ് ഫിഷ് 2 വരും. ജലത്തിൽ ഇതിപ്പം ലാർജ് ബേർഡ്സിനെ ചോദിക്കുന്നെങ്കിൽ അത് ലാർജ് ഫിഷിനെ ഭക്ഷിക്കുന്ന ബേർഡ്സ് ആണെങ്കിൽ എത്ര വരും? 25 പാർട്സ് പെർ മില്യൺ എന്ന അളവാണ് വരിക. ഈ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് സാധാരണ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടാമിനേറ്റിന്റെ അളവ് മെഷർമെന്റ് എടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് പെർ യൂണിറ്റ് വോളിയം ഓഫ് വാട്ടർ. അതാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, മൂവിംഗ് ടു തേർഡ് ക്വസ്റ്റ്യൻ. നാച്ചുറൽ ഏജിംഗ് എന്ന പ്രക്രിയ തടാകങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണമെന്ത്? നാച്ചുറൽ ഏജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തടാകം കാലക്രമേണ നശിച്ചു പോകും. ഇതൊരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് അല്ല. ഏകദേശം 1000 വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് നാച്ചുറൽ ഏജിംഗ് സാധാരണ നടക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ബയോമാഗ്നിഫിക്കേഷൻ ആണോ, യൂട്രോഫിക്കേഷൻ ആണോ, ഖരമാലിന്യങ്ങളാണോ, ആൽഗൽ ബ്ലൂം ആണോ? അപ്പൊ നാച്ചുറൽ ഏജിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എപ്പോഴും അതൊരു തടാകത്തിലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ പോണ്ടിലെയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ
അങ്ങനത്തെ വാട്ടർ ബോഡീസിനെ ബന്ധപ്പെട്ടാണ് ചോദിക്കുക. അപ്പം അവിടെ കാണുന്ന ഒരു ഏത് പ്രോസസ്സിന്റെ കാരണം കൊണ്ടാണ് നടക്കുന്നത്? അതിലുണ്ടാവുന്ന പ്രോസസ്സാണ് യൂട്രോഫിക്കേഷൻ. എന്താ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? സാധാരണ വീടുകളിൽ നിന്നും മറ്റുള്ള എന്താണ് ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ മലിനജലം ജലാശയങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ അതിനകത്തുള്ള നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ കൂടി വളരെയധികം ആൽഗയും മറ്റുള്ള കോമ്പൗണ്ട്സും ഒക്കെ ഒത്തിരിയായിട്ട് വളർന്ന് അതിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? മാലിന്യത്തിന്റെ എമൗണ്ട് കൂടും. ഇത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റു പല ജലജന്തുക്കളുടെയും മറ്റു വസ്തുക്കളുടെയും മരണത്തിന് കാരണമാകും. അതായത് ഓക്സിജന്റെ എമൗണ്ട് വളരെയധികം കുറഞ്ഞു വരുന്നത് കൊണ്ട്. അപ്പം അതായത് BOD വളരെയധികം കൂടുതലായിരിക്കും, അതേസമയം വളരെയധികം ഓക്സിജന്റെ എമൗണ്ടും വളരെയധികം അവിടെ കുറഞ്ഞു പോകും. കാരണം എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ഈ വേസ്റ്റ് മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഓക്സിജൻ യൂസ് ചെയ്യുന്നു. അപ്പൊ കാലക്രമേണ ഒരുപാട് ഓർഗാനിസംസ് അവിടെ ചത്തൊടുങ്ങുകയും പിന്നീട് എന്തായിട്ട് മാറുകയും ചെയ്യും? ഈ ജലാശയം കരയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിന്റെ മൂല്യ കാരണം എന്ന് പറയുന്നത് ആരാണ്? യൂട്രോഫിക്കേഷൻ ആണ് അതിന്റെ മൂല്യ കാരണം. നാലാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും ചൂടാക്കുന്നതിനായി പ്രകൃത്യാ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. അതായത് ഭൂമിയുടെ അന്തരീക്ഷം ചൂടാകുന്നതിന് പ്രകൃത്യാ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആഗോളതാപനമാണോ, ഹരിതഗ്രഹ പ്രഭാവമാണോ, അതോ ഇത് രണ്ടുമാണോ, അതോ ഇത് രണ്ടുമല്ല, അതാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സപ്പോസ് ഇതിപ്പം ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇവിടെ പതിക്കുന്ന സമയത്ത് എന്താണ്? അത് സാധാരണ പതിച്ചിട്ട് തിരിച്ചു പോകണം, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷെ എന്താണ്? അന്തരീക്ഷ മലിനീകരണവും മറ്റു കാരണങ്ങളും കൊണ്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വലിയ ലെയർ ഉണ്ടാവും. അപ്പം ഇവിടെ വരുന്ന ഇൻഫ്രാറെഡ് റേസ് ഉണ്ടാവും, തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇൻഫ്രാറെഡ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിന്റെ എമൗണ്ട് കൂടി വരും. അപ്പൊ അതെന്തായിരിക്കും? അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം കണ്ടിന്യൂസ് ആയിട്ട് ചൂടായി വരുന്നത്. അപ്പം ആ ഒരു ചൂടാവുന്നത് മൂലമാണ് എന്ത് നടക്കുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നത്. അപ്പം ഭൂമിയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും ചൂടാക്കുന്നതിനായി പ്രകൃത്യാ സംഭവിക്കുന്ന കാരണമാണ് ഹരിതഗ്രഹ പ്രഭാവം, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയും. ഇതിന് കാരണമാകുന്ന വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതേതൊക്കെയാണ്? വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അഞ്ചാമത്തെ ചോദ്യം, UV വികിരണങ്ങൾ മനുഷ്യന് ദോഷകരമാകുന്നത് എങ്ങനെ? ശരീര ഉപാപചയ പ്രക്രിയയെ ബാധിക്കുന്നു, ശ്വസന നിരക്ക് വ്യത്യാസപ്പെടുത്തുന്നു, DNA-യും പ്രോട്ടീനിലും അടങ്ങിയിരിക്കുന്ന രാസബന്ധങ്ങൾ നശിപ്പിക്കുന്നു, ഇവയൊന്നുമല്ല. സാധാരണയായിട്ട് UV റേസ് എന്താ ചെയ്യുക? ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സെല്ലിനകത്തുള്ള DNA-യും പ്രോട്ടീനും ഒരു ടെൻഡൻസി ഉണ്ട് അവയെ അബ്സോർബ് ചെയ്യുക. അവയെ അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരുടെ കെമിക്കൽ ബോണ്ട്, പരസ്പരം തമ്മിലുള്ള ആ കെമിക്കൽ ബോണ്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്താവും? രാസബന്ധനങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പം ഇതാണ് അതിന്റെ ഉത്തരം വരിക. DNA-യും പ്രോട്ടീനിലും അടങ്ങിയിരിക്കുന്ന രാസബന്ധനങ്ങൾ നശിപ്പിക്കുന്നു. ആറാമത്തെ ചോദ്യം, ഹരിതഗൃഹ പ്രഭാവം മൂലം ചൂട് വർദ്ധിക്കാൻ കാരണം ഏത് കിരണങ്ങളുടെ സാന്നിധ്യമാണ്? മുന്നേ പറഞ്ഞു, ഏതാണ്? എപ്പോഴും ചൂട് കൂടാൻ സഹായിക്കുന്നത് ആരാണ്? ഇൻഫ്രാറെഡ് ആണ്. ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. ഡോപ്സൺ യൂണിറ്റ്, ഡെസിബൽ, ഫാത്തം, ppm. എന്താണ്? ഡോപ്സൺ ആയിരിക്കും ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ്. ഡെസിബൽ എന്ന് പറഞ്ഞ ശബ്ദമാണ്, ഫാത്തം ആഴമാണ്, ppm എന്ന് നമ്മൾ പറഞ്ഞു കെമിക്കൽ കോമ്പൗണ്ടിന്റെയും മറ്റും മെഷർമെന്റ് അളക്കുന്നതാണ് ppm, പാർട്സ് പെർ മില്യൺ. എട്ടാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൃഷിരീതി മൂലം വനനശീകരണം സംഭവിക്കുന്നു, ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൃഷിരീതി മൂലം വനനശീകരണം സംഭവിക്കുന്നതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചിപ്കോ മൂവ്മെന്റ്, JFM അഥവാ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രത്യേകതര കൂട്ടായ്മയാണ്. ഫ്രണ്ട്സ് ഓഫ് അക്കാർട്ട മാഷ് എന്നാണ് ഇതിന്റെ പേര്. ലാസ്റ്റത്തത് ജൂം കൾട്ടിവേഷൻ. അപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന കൃഷിരീതി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ചിപ്കോ മൂവ്മെന്റ്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹിമാലയൻ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് റീജിയനിൽ നടന്ന ഒരു ബിഷ്ണോയി എന്ന് പറയുന്ന വില്ലേജേഴ്സ് നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്, അതായത് വനനശീകരണത്തിനെതിരെ. JFM എന്ന് പറഞ്ഞാല് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതായത് തദ്ദേശീയരുടെ സഹായത്തോടു കൂടി, അത് ഏത് ഏരിയയിലെ വനത്തെയാണ് സംരക്ഷിക്കേണ്ടത് അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് JFM. ഫോം എന്ന് പറയുന്നത് ശരിക്കും ഇത് കാലിഫോർണിയയിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അവിടുത്തെ ഒരു കുറെ ആൾക്കാർ കൂടി ചേർന്ന് അക്കാർട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് കാലിഫോർണിയയുടെ സ്ഥലമാണ് അക്കാർട്ട എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പട്ടണമാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ കൂടി ചേർന്ന് ഒരു ചതുപ്പ് നിലത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു കൂട്ടായ്മയാണ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സാധാരണ ചതുപ്പ് നിലം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സസ്യങ്ങളും മത്സ്യങ്ങളും മൊളസ്കും അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഉള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ചതുപ്പ് നിലം.
അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടി അവർ എന്താ ചെയ്തേ, ഏകദേശം ഒരു 6 ചതുപ്പ് നിലങ്ങൾ കൂടി കണക്ട് ചെയ്തിട്ട് അവരവിടെ പരസ്പരം അവരെ ബന്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് അതിനകത്ത് സസ്യങ്ങളും ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ വളർത്തി, അതായത് മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ അവർ സംരക്ഷിച്ച ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് വരിക? ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച കൃഷിരീതി ഏതാണ്? ജൂം കൾട്ടിവേഷൻ ആണ്. അപ്പൊ എന്താണ് ജൂം കൾട്ടിവേഷൻ? അപ്പം അവിടെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്കൊരു അവർ നടത്തുന്ന കൃഷിരീതിയാണ് ബേൺ സ്ലാഷ് ആൻഡ് ബേൺ. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയും. അതായത് ഒരു വനമേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം എന്ത് ചെയ്യും, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് അതിന് കത്തിച്ച് ആ ചാരം അവർ കൃഷിക്കായി ഉപയോഗിക്കുന്നു. അപ്പം അവിടെ പിന്നെ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ ആ വനത്തെ ഉപേക്ഷിച്ച് വീണ്ടും വേറൊരു വനത്തെ തേടി പോകും. അപ്പം എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ കംപ്ലീറ്റ് വനങ്ങൾ നശിക്കാനുള്ള ഒരു കാരണമായി മാറും. അപ്പം മരങ്ങൾ മുറിക്കുകയും തീയിടുകയും ചെയ്യുന്നു. ആ ഒരു കൃഷിസ്ഥലം ഉപയോഗിച്ചിട്ട് മറ്റൊരു കൃഷിസ്ഥലത്തിലേക്ക് യാത്രയാവുന്നു. അതാണ് ഇവരുടെ ആ കൃഷിരീതി എന്ന് പറയുന്നത്. അപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ കൃഷിരീതി മൂലം, അതായത് ജൂം കൾട്ടിവേഷൻ മൂലം വനനശീകരണം കാര്യമായിട്ട് സംഭവിക്കുന്നു. അടുത്തത് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. അടുത്ത ചോദ്യം, സ്ലോ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന കോർണിയ, വിങ്ങൽ, തിമിരം എന്നിവയ്ക്ക് കാരണമാകുന്ന വികിരണം ഏത്? സ്ലോ ബ്ലൈൻഡ്നെസ് എന്ന കോർണിയ അല്ലാതെ ഒരു അസുഖമാണ് കണ്ണിനുണ്ടാകുന്ന സ്നോ ബ്ലൈൻഡ്നെസ്. അതിലെന്താ ഉണ്ടാവുന്നത്? കോർണിയ വീങ്ങും അതുപോലെ തിമിരം എന്നിവയ്ക്ക് കാരണമാകും. ഇതിൽ ഏത് വികിരണത്തിന്റെ പ്രസൻസ് മൂലമാണ് സ്ലോ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്? അപ്പൊ അതില് IR വികിരണം കൊടുത്തിട്ടുണ്ട്, UV വികിരണം കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ UVB വികിരണം കൊടുത്തിട്ടുണ്ട്, എക്സ്റേ വികിരണം കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ലോ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്ന വികിരണം എന്ന് പറയുന്നത് UVB ആണ്. അടുത്ത ചോദ്യം, ആഗോള താപനത്തിൽ മീഥേൻ എത്ര ശതമാനമാണ് ദോഷകരമായി ബാധിക്കുന്നത്? ആഗോള താപനത്തിൽ മീഥേൻ എത്ര ശതമാനമാണ് ദോഷകരമായി ബാധിക്കുന്നത്? അപ്പം ആഗോളതാപനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ഇഫക്റ്റ് ആണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പം ആഗോളതാപനത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് മെയിനായിട്ട് കാരണമാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 60% വരും. അത് കഴിഞ്ഞ് മീഥേൻ എന്ന് പറയും. മീഥേൻ എത്ര വരും? മീഥേൻ 20%. പിന്നെ ക്ലോറോഫ്ലൂറോ കാർബൺസ് 14 ആണ്. പിന്നെ വരുന്നത് നൈട്രജൻ ഡയോക്സൈഡ് 6%. ഇതിങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് ഇത്തരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിൽ മീഥേൻ എത്ര ശതമാനമാണ് സാധാരണയായിട്ട് കാണുന്നത്? ഡയറക്റ്റ് ഒരു എഫക്ട് CFCയുടെ ഇല്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ പൊതുവെ അതിന്റെ ഒരു എഫക്റ്റും കൂടി കണക്കെടുക്കാറുണ്ട്. അപ്പൊ ഇതിൽ എത്ര ശതമാനമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അന്തരീക്ഷ മലിനീകരണത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീഥേൻ ആണ്. മീഥേൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? 20% മീഥേനായിട്ട് വരുന്നത്. 20% മീഥേൻ ആണ്. അടുത്ത ചോദ്യം, അടുത്തത് 2 കോളം തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കണം. ഒന്നാമത്തേത് UV റേസ് ആണ്. DDT, ഫോസ്ഫേറ്റ്, ജീർണിപ്പിക്കാൻ കഴിവുള്ള മാലിന്യങ്ങൾ. അപ്പം UV എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുന്നേ പറഞ്ഞു UVB കൊണ്ട് എന്ത് സംഭവിക്കുന്നത്? ഒരു അസുഖം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു, നോ ബ്ലൈൻഡ്നെസ്. DDT എന്താണ്? DDT ഒരു എന്താണ്? കണ്ടാമിനന്റിലെ കെമിക്കലാണ്, ബയോമാഗ്നിഫിക്കേഷന് കാരണമാക്കുന്നത്. ഫോസ്ഫേറ്റ് നമുക്കറിയാം ജലാശയങ്ങളിലേക്ക് പോകുന്നതാണ്, യൂട്രോഫിക്കേഷന് കാരണമാകും. ജീർണിപ്പിക്കാൻ കഴിവുള്ള മാലിന്യങ്ങൾ എന്താണ്? അതിന്റെ അളവാണ് BUD. എന്താണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ? 13ാമത്തെ ചോദ്യം, കഴിഞ്ഞ 150 വർഷങ്ങൾക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഏകദേശം കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ് കൂടിയിട്ടുള്ളത്? അതായത് ഏകദേശം ഒരു 150 വർഷങ്ങൾ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പൊ എത്രയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയിട്ടുണ്ട്? 200 മുതൽ 300 വരെ, 120 മുതൽ 280 വരെ, 280 മുതൽ 370 വരെ, 350 മുതൽ 450 വരെ. ഏകദേശ കണക്കാണ് 280 മുതൽ 370 വരെ. അടുത്ത ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ്
നൈട്രജൻ ഡയോക്സൈഡ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ നൈട്രജൻ ഡയോക്സൈഡുമാണ് പ്രധാനമായിട്ടും ഹരിതഭവന പ്രഭാവത്തിന് കാരണമാകുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് 60%, നൈട്രജൻ ഡയോക്സൈഡ് 6%. ഇത് 60%, ഇത് 6%മാണ് ഏകദേശത്തെ ഒരു നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കോൺട്രിബ്യൂഷനിൽ നമ്മൾ കൊടുക്കുക, 60ഉം 6ഉം. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ അളവ് എത്ര? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, റിപ്പീറ്റഡ് ആണ്, 80 ഡെസിബൽ. അടുത്ത ചോദ്യം, റിയോ ഡി ജനീറോയിൽ നടന്ന, അതായത് 1992 നടന്ന കൺവെൻഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? റിയോ ഡി ജനീറോയിൽ നടന്ന, അതായത് മറ്റ് ഒരുപാട് തരത്തിലുള്ള ഇതിൽ നിന്നുമൊക്കെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന ഒരു ഇതോടുകൂടി നടത്തിയ ഒരു കൺവെൻഷനാണ് റിയോ ഡി ജനീറോയിൽ നടന്നത് 1992. അതെന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നതാണ്? എർത്ത് സബ്മിറ്റ്. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, എർത്ത് സബ്മിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 17ാമത്തെ ചോദ്യം, ആൽഫ വൈവിധ്യം എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ കാണാം. സ്പീഷീസുകൾ തമ്മിലുള്ള ബന്ധം, ജീനസുകൾ തമ്മിലുള്ള ബന്ധം, ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ ഹാബിറ്ററ്റും തമ്മിലുള്ള ബന്ധങ്ങൾ, പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. അപ്പം ആൽഫ വൈവിധ്യം പൊതുവെ എന്തിനാണ് സൂചിപ്പിക്കുക? സ്പീഷീസുകൾ തമ്മിലുള്ള വൈവിധ്യമാണ്. അപ്പം ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബീറ്റ ഡൈവേഴ്സിറ്റി ജീവസമുദായങ്ങളുടെ വൈവിധ്യമാണ്, അതായത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വൈവിധ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ട് റീജിയൻ ആണ് സുന്ദർബൻ, പൂർവ്വഘട്ടം, പടിഞ്ഞാറൻ ഘട്ടം, ഗംഗാ പ്ലെയിൻ. ഏതാണ് വരിക? വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയാം, പടിഞ്ഞാറൻ ഘട്ടം. 19, കൻഹ ദേശീയോദ്യാനം ഡാഷിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ ഡാഷ് മൃഗത്തെ സംരക്ഷിക്കുന്നു. കൻഹ എവിടെയാണ്? കൻഹ വരുന്നത് മധ്യപ്രദേശാണ്. എന്തിനെ സംരക്ഷിക്കുന്നത്? കടുവേനെയാണ് സംരക്ഷിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ പുറത്തു വെച്ച് ജീവികളെ സംരക്ഷിക്കുന്നത് ഏത്? ആവാസ വ്യവസ്ഥയുടെ പുറത്ത് വെച്ച് എന്ന് വെച്ചാൽ എന്താണ്? എക്സിറ്റു കൺസർവേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത്? ബഹിർസ്ഥല സംരക്ഷണം. അപ്പം ഇൻസിറ്റുവിനെ എന്താ പറയാ? ഇൻസിറ്റു കൺസർവേഷനെ തൽസ്ഥല സംരക്ഷണം, അതായത് സെയിം ഏരിയയിൽ തന്നെ സംരക്ഷിക്കുന്നതിനാണ് തൽസ്ഥല സംരക്ഷണം എന്ന് പറയുന്നത്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവാസ വ്യവസ്ഥയുടെ പുറത്ത് വെച്ച്, അതായത് ബഹിർസ്ഥല സംരക്ഷണം. അതിനാണ് എക്സാമ്പിൾസ് ആണ് ചോദിക്കുന്നത്. വിത്ത് ബാങ്കുകളാണോ, വന്യജീവി സങ്കേതങ്ങളാണോ, ദേശീയോദ്യാനങ്ങളാണോ, കാവുകളാണോ? എന്തായിരിക്കും? വന്യജീവി സങ്കേതങ്ങളും ബോട്ടാണിക്കൽ ഗാർഡൻസ്, പിന്നെ സൂ, മ്യൂസിയം എന്നൊക്കെ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ സൂ, മ്യൂസിയം എന്നൊക്കെ പറയുന്നത് എക്സിറ്റൂല് വരുന്നതാണ്. അതുപോലെ സീഡ് ബാങ്ക്, ജീൻ ബാങ്ക്, ഇതൊക്കെ ഇതിൽ വരുന്നത് ഏതാണ്? എക്സിറ്റൂല് വരുന്നതാണ്. അപ്പം ഇൻസിറ്റൂല് ഏതാ വരിക? അതായത് തൽസ്ഥല സംരക്ഷണം, സെയിം അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നവയാണ് വന്യജീവി സങ്കേതങ്ങൾ, കാവുകൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവയൊക്കെ. അപ്പം വിത്ത് ബാങ്ക്, ബോട്ടാണിക്കൽ ഗാർഡൻ, സൂ, മ്യൂസിയം ഇങ്ങനത്തതൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? അതൊക്കെ ബഹിർസ്ഥല സംരക്ഷണമാണ്, അതായത് അവരുടെ ആവാസ വ്യവസ്ഥയുടെ പുറത്ത് വെച്ച് സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനും സൂവും മ്യൂസിയവും. ഇൻസിറ്റൂവിൽ വരുന്ന ഏതൊക്കെയാണ്? തൽസ്ഥല സംരക്ഷണത്തിൽ വരുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കാവുകൾ മുതലായവ. ഇനി ഇതിൽ തന്നെ എങ്ങനെയാണ് ഈ വിത്ത് ബാങ്കുകളിലൊക്കെ അവർ വിത്തുകൾ മറ്റും സ്റ്റോർ ചെയ്യുന്നത്? അവിടെ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് അതിശീത സംസ്കരണം അഥവാ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. അതിശീത സംസ്കരണം, അതാണ് ക്രയോ പ്രിസർവേഷൻ. ആ ടെക്നിക്ക്, അതായത് എങ്ങനെയായിരിക്കും മെറ്റീരിയൽസിനെ -190°C തണുപ്പിലാണ് അവർ സൂക്ഷിക്കുക ഇൻ ലിക്വിഡ് നൈട്രജനിലാണ് സാധാരണയായിട്ട് ഈ ഒരു നടത്തുന്ന ഈ ഒരു സ്റ്റോറേജ് കണ്ടീഷനിൽ സ്റ്റോറേജ് നടത്തുന്നത് ലിക്വിഡ് നൈട്രജനിലാണ്. എത്ര ടെമ്പറേച്ചറിലാണ്? -196°C. ഇതിനെ പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ അല്ലെങ്കിൽ അതിശീത സംസ്കരണം. അടുത്ത ചോദ്യം, സമീപ ഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുക? സമീപ ഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുക? അപൂർവം എന്ന് പറഞ്ഞാൽ റെയർ, ദുർബലമായ വൾണറബിൾ, ഗുരുതരമായ വംശനാശ ഭീഷണി എന്ന് വെച്ചാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, വംശനാശ ഭീഷണി അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് സമീപ ഭാവി, അതായത് ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത സമീപ ഭാവിയിൽ തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും.
ആ ഒരു സാധ്യതയുള്ള ജീവികളെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള വംശനാശത്തിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പം അവരേതാണ് വരിക? ഗുരുതരമായ വംശനാശ ഭീഷണി അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന കാറ്റഗറിയാണ് അതിൽ വരിക. അതായത് സമീപ ഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് എക്സിറ്റുവിന്റെ ഒരു ഉദാഹരണം. എക്സിറ്റുവിന്റെ ഒരു, നമ്മളിപ്പോൾ പറഞ്ഞു, എക്സിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബഹിർതല സംരക്ഷണമാണ്. ദേശീയോദ്യാനം, വിത്ത് ബാങ്കുകൾ, വന്യജീവി സങ്കേതം, കാവുകൾ. അതായത് പുറത്ത് വെച്ച്, അത് തന്നെ സെയിം റിപ്പീറ്റഡ് ആയി പോയി. അത് നോക്കുക. വിത്ത് ബാങ്കുകളാണ് എക്സിറ്റ് വരിക, ബാക്കിയതെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അടുത്ത ചോദ്യം, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതായത് അത് നോക്കിയിട്ട് ഇതിന്റെ എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അക്കശേരുകളികളുടെ ഇൻവെർട്ടിബ്രേറ്റ്സ്, അക്കശേരുകളുടെ ലോകത്താകമാനുള്ള വൈവിധ്യത്തിന്റെ ചിത്രീകരണമാണ്, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ മുതൽ ഡി വരെ കാണിച്ചിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ ഏതെന്ന് കണ്ടെത്തുക. അതായത് ഇൻവെർട്ടിബ്രേറ്റ്സ് ഗ്രൂപ്പ് ആണ്. ഇതിൽ എ ഏതായിരിക്കും, ബി ഏതാണ്, സി ഏതാണ്, ഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഇൻവെർട്ടിബ്രേറ്റ്സ് ഏറ്റവും കൂടുതൽ എപ്പോഴും എന്തായിരിക്കും വരിക? ഇൻസെക്ട്സ് ആണ്, അല്ലെങ്കിൽ ഷഡ്പദങ്ങളാണ് ഏറ്റവും കൂടുതൽ വരിക. അപ്പം എല്ലാത്തിലും ഷഡ്പദ, ഓപ്ഷൻസിൽ എല്ലാത്തിലും എ ഷഡ്പദമാണ് തന്നിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത്, പിന്നെ ബി ഏതാണ് തന്നിരിക്കുന്നതിൽ? പിന്നെ ബി വരിക, പിന്നെ വരുന്ന ഗ്രൂപ്പ് ബി മൊളസ്ക് ആണ്. ഏറ്റവും കുറവ് ക്രസ്റ്റേഷ്യൻസ് ആയിരിക്കും. ഡി എന്ന് പറയുന്നത് മറ്റ് ജീവികളാണ്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. എ ഷഡ്പദങ്ങൾ, ബി എന്ന് പറയുന്ന മൊളസ്കുകൾ, സി ക്രസ്റ്റേഷ്യൻസ്, ഡി എന്ന് പറയുന്നത് മറ്റ് ജീവികൾ. അടുത്തലായിരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് വരിക. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ്. തണുപ്പ് കാലത്ത് സൈബേരിയയിൽ നിന്നും ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്? അപ്പം ഈ ചോദ്യത്തിൽ നമുക്കറിയാം തണുപ്പ് കാലത്താണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? എക്സ്ട്രീം ആയ കണ്ടീഷനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് രാജസ്ഥാൻ, അല്ലെ? അപ്പൊ അവിടെയുള്ള ഒരു നാഷണൽ പാർക്കിലേക്കാണ് ഈ പക്ഷികൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നത്. ആ നാഷണൽ പാർക്കിന്റെ പേരാണ് കിലാഡോ. കിലാഡോ നാഷണൽ പാർക്കിലേക്കാണ് സൈബീരിയയിൽ നിന്നും മറ്റും ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ വരുന്നത്. ഓക്കെ, അടുത്തത്, സസ്യങ്ങളും ജന്തുക്കളും പൂർണ്ണമായും വംശനാശത്തിലേക്ക് നീങ്ങുവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇത്. സസ്യങ്ങളും ജന്തുക്കളും പൂർണ്ണമായും വംശനാശത്തിലേക്ക് നീങ്ങുവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. അമിതമായ ചൂഷണം എന്തായാലും ഒരു കാരണമാണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അന്യദേശ ജീവികളുടെ അധിനിവേശം എന്ന് വെച്ചാൽ അലൈൻ സ്പീഷീസിന്റെ ഇൻട്രൊഡക്ഷൻ. പിന്നെ ചോദിക്കുന്നത് ആവാസ നാശവും വിഭജനവും, അതായത് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് അതിന്റെ ഡിവിഷൻ. പിന്നെ സഹവംശ നാശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് പ്രകാരം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എല്ലാം ആവാസനാശത്തിന്റെ കാരണങ്ങൾക്കാണ്. അപ്പൊ ഇതിനെ പൊതുവെ പറയുന്ന പേരാണ് ഈവിൾ ക്വാർട്ടറ്റ്, അല്ലെങ്കിൽ തിന്മയുടെ ചതുഷ്കോണം. തിന്മയുടെ ചതുഷ്കോണം എന്നറിയപ്പെടുന്ന ഈവിൾ ക്വാർട്ടറ്റ് എന്ന് പറയുന്നതാണ് ഈ 4 പോയിന്റ്. അമിത ആവാസനാശവും വിഭജനം, അതുപോലെ തന്നെ ദേശജീവികളുടെ അധിനിവേശം, സഹവംശനാശം, അമിത ചൂഷണം എല്ലാം. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് അന്യദേശ ജീവികളുടെ അധിനിവേശമാണോ, ആവാസനാശവും വിഭജനവുമാണോ, സഹവംശനാശവുമാണോ എന്ന് ചോദിക്കുന്നത്. അമിതമായ ചൂഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വനമേഖലയെ കാര്യമായിട്ട് ചൂഷണം ഒരുപാട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മൂലം എന്താണ് വന്യജീവികളുടെ മറ്റു നാശത്തിലേക്ക് നയിക്കുന്നു. ഇനി അന്യദേശ ജീവികളുടെ അധിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജീവികളുടെ വളർച്ച മൂലം നമ്മുടെ ഇവിടെയുള്ള സ്പീഷീസുകൾ നശിച്ചു പോകുന്നു. ഉദാഹരണം ഏതാണ്? ഈ കുളവാഴ, ഐക്കോർണിയ എന്ന് പറയുന്നത് പോലെ, ലെന്റാന കമാർ, അരിപ്പൂ എന്ന് പറയുന്ന ചെടി, പിന്നെ അതുപോലെ ചില മത്സ്യങ്ങൾ, ഇതിന്റെയൊക്കെ ഇങ്ങോട്ടേക്കുള്ള ഒന്നോ രണ്ടോ ചെടികളായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവും. പിന്നീട് എന്താവും? ഈ ആവാസ വ്യവസ്ഥയിൽ അത് കണ്ടമാനം വളർന്ന് മറ്റുള്ള നമ്മുടെ ഇവിടുത്തെ ജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു. അതൊരു കാരണമാണ്. പിന്നീട് എന്ന് പറയുന്നതാണ് ആവാസനാശവും വിഭജനവും, അതായത് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ. ഏറ്റവും കൂടുതൽ ഈ വംശനാശത്തിലേക്ക് നയിക്കാനുള്ള കാരണം ആവാസനാശവും വിഭജനവുമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ നാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആവാസനാശം വിഭജനവുമാണ്. ഇനി സഹവംശനാശം. എന്താണ് സഹവംശനാശം എന്ന് പറഞ്ഞാല്? അതായത് രണ്ട് ജീവികൾ ഒന്നിച്ച് താമസിക്കും, പരസ്പരം ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഒരു ജീവി നശിക്കുന്നത് മൂലം മറ്റേ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റേ ജീവിയും കൂടെ നശിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സഹവംശനാശം എന്നും പറയുന്നു. അതും ഒരു ജൈവ വൈവിധ്യ, അതായത് ജൈവ വൈവിധ്യ നാശത്തിന് കാരണമാണ്. പക്ഷെ
ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ആവാസനാശവും വിഭജനവുമാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.